ആക്രമിക്കുക എന്ന ലക്ഷ്യം നാളുകളായി തന്നെ ആസൂത്രണം ചെയ്ത പദ്ധതിയുടെ ഭാഗമാണ്. അതിൽ ഖൊമേനിയെ വധിക്കുക എന്നതായിരുന്നു പ്രാഥമിക ലക്ഷ്യം. അതിനായി തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പല പദ്ധതികളും ആസൂത്രണം ചെയ്യുകയും ഒടുവിൽ ജനീവയിൽ വെച്ച് ചർച്ചകൾ നടക്കുന്നതിന് പിന്നാലെ തന്നെ അണിയറയിൽ ഖൊമേനിയുടെ ശവമഞ്ചൽ അതൊരുക്കാനുള്ള ഒരു നെട്ടോട്ടത്തിൽ തന്നെയായിരുന്നു ഇസ്രായേലും യുഎസും എന്ന് തെളിയിക്കുന്ന ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ്. ഇറാനിൽ ഭരണവിരുദ്ധ പ്രക്ഷോഭം പോലും അഴിച്ചുവിടാൻ പല തവണ ട്രംപ് പല രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തിവരികയായിരുന്നു. ഇസ്രയേലിലെ രഹസ്യ അന്വേഷണ ഏജൻസിയായ മൊസാദ് മേധാവി ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ പല തവണ അമേരിക്ക സന്ദർശിച്ചുകൊണ്ട് ആക്രമണത്തിനായുള്ള ഏകോപനം നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇറാനിലെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖൊമേനിയെ വധിച്ച ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി, ഓപ്പറേഷൻ റോറിംഗ് ലയൺ എന്നീ ഇരട്ട സൈനിക നീക്കങ്ങൾക്ക് പിന്നാലെയുള്ള ഏറ്റവും ഞെട്ടിക്കുന്ന ചില വെളിപ്പെടുത്തലുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. അതായത് ജനീവയിൽ ആണവ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കെ തന്നെ വാഷിംഗ്ടണിലെയും ടെൽ അവീവിലെയും സൈനിക ആസൂത്രണങ്ങൾ ഈ ആക്രമണത്തിനുള്ള അന്തിമ രൂപം തയ്യാറാക്കി വരുന്നതായി തന്നെയാണ് വിവരങ്ങൾ സൂചിപ്പിച്ചത്. കഴിഞ്ഞ ഡിസംബറിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഈ സൈനിക നീക്കത്തിന് ഇവിടെ തുടക്കം കുറിച്ചിരിക്കുന്നത്. ഇറാനിൽ ഭരണവിരുദ്ധ വികാര പ്രക്ഷോഭങ്ങൾ ശക്തമായതോടുകൂടി തന്നെ ഇതിനായുള്ള തയ്യാറെടുപ്പുകൾ ഇവിടെ വേഗത്തിലാക്കിയതായും പറയപ്പെടുന്നു. പ്രതിഷേധകർക്ക് പിന്തുണ പ്രഖ്യാപിച്ച ട്രംപ് ആകട്ടെ ഇറാനിലെ സർക്കാർ സ്ഥാപനങ്ങൾ പിടിച്ചെടുക്കാനുള്ള ആഹ്വാനം ചെയ്യുകയും പശ്ചിമേഷ്യയിൽ വലിയ സൈനിക വിന്യാസത്തിന് ഉത്തരവിടുകയും ചെയ്യുകയാണ്. ഇതിനിടെ തന്നെ ജനീവയിൽ അമേരിക്കയും ഇറാനും തമ്മിൽ ആണവ ചർച്ചകൾ തുടങ്ങുകയും ചെയ്തിരുന്നു. സംഘർഷങ്ങൾ ലഘൂകരിക്കപ്പെടുമെന്ന് ഇറാൻ കരുതുകയും എന്നാൽ ഒന്നുകിൽ ചർച്ചയിലൂടെ തന്നെ ഇറാനെ ആണവ പദ്ധതികളിൽ നിന്നും മിസൈൽ വികസനത്തിൽ നിന്നുമൊക്കെ പിന്തിരിപ്പിക്കുക, അല്ലെങ്കിൽ ഇറാനിലെ ഭരണകൂടത്തെ തന്നെ അട്ടിമറിക്കുക എന്നതായിരുന്നു ഇസ്രായേലും യുഎസും തയ്യാറാക്കിയ പദ്ധതി. ഒരു വശത്ത് ജനീവയിൽ അവിടെ വലിയ രീതിയിൽ ഒരു ചർച്ച നടക്കുമ്പോൾ സൈനിക നീക്കത്തിനായുള്ള തയ്യാറെടുപ്പുകൾ രഹസ്യമായി തന്നെ തുടരുകയാണ് ഇരു നേതാക്കളും തമ്മിൽ നടത്തിയത്. ചർച്ചകൾ പരാജയപ്പെടുമെന്ന് ഇസ്രായേലും യുഎസും നേരത്തെ തന്നെ അവർക്ക് വലിയ രീതിയിൽ ബോധ്യമുള്ള ഒരു വിഷയമായിരുന്നു. ആയതിനാൽ തന്നെയാകാം ഇറാൻ അംഗീകരിക്കാനാകാത്ത നിബന്ധനകൾ യുഎസ് മുന്നോട്ട് വെച്ചത്. എന്നാൽ ഖൊമേനിയെ ഭയന്നുകൊണ്ട് ഒളിസങ്കേതത്തിലേക്ക് മാറ്റാതിരിക്കാൻ നയതന്ത്ര ചർച്ചകൾ സജീവമാണ് എന്ന് ഇറാനെ പറഞ്ഞു വിശ്വസിപ്പിക്കുകയാണ് ചെയ്തതെന്നും അത് അമേരിക്കയുടെ ഒരു തന്ത്രമായി തന്നെ ഇവിടെ കണക്കാക്കപ്പെടുന്നു. എന്നാൽ ചർച്ചയിൽ പുരോഗതി ഇല്ല എങ്കിൽ സൈനിക നടപടി ഉണ്ടാകുമെന്ന് ട്രംപ് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ചർച്ചകൾ പരാജയപ്പെട്ടാൽ മാത്രമേ നടപടി ഉണ്ടാകൂ എന്നതായിരുന്നു ഇറാൻ കരുതിയിരുന്നത്. എന്നാൽ ഇത്തരം ചർച്ചകൾ പിന്നീട് വലിയ രീതിയിൽ മുന്നോട്ട് പോകാൻ ഒരവസരം ഉണ്ടാവുകയും ചെയ്തില്ല, മറ്റത് പരാജയത്തിലേക്ക് കൂപ്പുകുത്തുകയും ചെയ്തു. പിന്നീട് അതിനാൽ തന്നെ പരമാവധി ചർച്ചകൾ നീണ്ടുപോകാൻ ഇറാൻ വലിയ രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തുകയും ക്രിയാത്മകമായ ചർച്ചകൾ നടക്കുന്നുണ്ട് എന്ന് ഇറാൻ കരുതപ്പെടുകയും ചെയ്തിരുന്നു. അതേസമയം ഇറാൻ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ വെറും സമയം വൈകിപ്പിക്കാനുള്ള തന്ത്രമാണ് എന്ന് അമേരിക്കൻ പ്രതിനിധികൾ വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനമായും 3 മേഖലകളിലാണ് ഇരുപക്ഷവും അവിടെ വലിയ രീതിയിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാതിരുന്നത്. സമാധാനപരമായ ആവശ്യങ്ങൾക്കായി തന്നെ ആണവ ഇന്ധനം നൽകണമെന്ന് അമേരിക്ക പറഞ്ഞെങ്കിൽ പോലും സമ്പുഷ്ടീകരണം ഉപയോഗിക്കാൻ ഇറാൻ തയ്യാറായതുമില്ല. അതേപോലെ തന്നെ മിസൈൽ നിർമ്മാണത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പോലും ഇറാൻ വിസമ്മതിക്കുകയും പശ്ചിമേഷ്യയിലെ വിവിധ സാധുത ഗ്രൂപ്പുകൾക്ക് നൽകുന്ന സഹായം അവസാനിപ്പിക്കുവാൻ പോലും ഇറാൻ തയ്യാറാകാതിരുന്നതും വലിയ ഒരു രീതിയിൽ ചൊടിപ്പിക്കുകയാണ് ചെയ്തത്. ഇതെല്ലാം ഇറാന്റെ ഉറച്ച നിലപാടുകൾ തന്നെയായിരുന്നു. ഈ കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാൻ ഭാവിയിൽ രാജ്യത്തെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടുമെന്ന് ഇറാൻ ഭയക്കുകയും ചെയ്തിരുന്നു. ആയതിനാൽ തന്നെ യുഎസ് മുന്നോട്ട് വെച്ച പ്രധാന നിർദ്ദേശങ്ങൾ ഇറാൻ അവഗണിച്ചതോടുകൂടി തന്നെ മുൻകൂട്ടി തയ്യാറാക്കിയ പദ്ധതി നടപ്പിലാക്കാൻ യുഎസും ഇസ്രായേലും അവിടെ തീരുമാനമെടുക്കുകയായിരുന്നു എന്നതാണ് ഇതിലൂടെ തന്നെ ഏറ്റവും വലിയ രീതിയിൽ ഞെട്ടിപ്പിക്കുന്ന ഒരു തീരുമാനമായി തന്നെ പുറത്തു വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.